കൺവെൻഷൻ 2026 5-ാമത്തെ രാത്രി പ്രാർത്ഥനയോടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ജാതിമത സഭാ വ്യത്യാസമെന്നെ ഏവരെയും കർത്തൃനാമത്തിൽ ഫെലോഷിപ്പ് നഗറിലേക്ക്, മൈലച്ചൽ കൺവെൻഷനിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ മൈലച്ചൽ കൺവെൻഷൻ്റെ 5-ാമത് ദിന രാത്രിയിൽ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്ത് വരുന്നു. ഗാന ശുശ്രൂഷ കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ മഹനീയമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഈ പന്തലിനുള്ളിൽ വ്യാപരിക്കുന്ന നല്ല കൃപകൾക്കായിട്ട് നല്ലൊരു സ്തോത്രം. വാസ്തവമായി കർത്താവ് ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ ഈ രാത്രിയിലും അവിടുന്ന് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പകർന്നു നൽകി ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന കൂടാരത്തിൽ കടന്നു വരുന്നവരെല്ലാവരും അങ്ങാൽ അനുഗ്രഹീതരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന അവിടുത്തെ മക്കളെ ശക്തീകരിക്കണം. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരവിടുന്ന് ബലപ്പെടുത്തണം. ഈ ദിവസം വചനം പ്രഘോഷിക്കുന്ന അവിടുത്തെ തിരുമേനിയെ അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ പന്തലിനുള്ളിൽ ഉള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, എല്ലാ മഹിമയും മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് കരയറ്റുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 21-ാമത്തെ പാട്ടുപാടി ഗാന ശുശ്രൂഷ ആരംഭിക്കാം. കൺവെൻഷൻ ഗീതങ്ങളിൽ 21-ാമത്തെ പാട്ട് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാതിരാജാവിനെ. സ്തുതിപ്പിൻ എന്നും സ്തുതി
ദൈവം നമ്മെ നടത്തുന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ നാമം എത്ര അത്ഭുതകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യരുടെ ചിന്തകളാൽ അസാധ്യമാകുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിൽ സാധ്യമാകുമ്പോൾ നമ്മളൊരു അത്ഭുതവാസിയായി ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന മനോഹരമായ കാഴ്ച സംജാതമാകും. ശാന്തമായ സമയം യേശുവിൻ്റെ നാമം എത്ര അത്ഭുതമാണ്. 108 പാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 108 പാട്ട് മൈലച്ചൽ കൺവെൻഷൻ ഗീതങ്ങളിൽ 108 പാട്ട് എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഉണർന്നുള്ളവർ കൊതിച്ചുയരും പൂവരല്ല
സ്തുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടൂടെ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടൂടെ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിമിതമാത്രമേ നായകൻ കൈവിടുമോ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായിട്ട് മാറട്ടെ. ദൈവമേ, നിന്റെ വചനം ഞങ്ങൾ കേൾക്കാറുണ്ട്, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ജീവിതങ്ങളെ സമർപ്പിക്കാറുണ്ട്. എങ്കിലും കർത്താവേ, ഞങ്ങൾ പലപ്പോഴും നിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഉയരുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ദൈവം അവൻ നമ്മുടെ മധ്യമുണ്ട്. നിങ്ങൾ ആരെയും നോക്കണ്ട, നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളിനെ കാണണ്ട. അയ്യോ, നിന്നെ കാണുന്നൊരു ദൈവം, നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം. പൂർണ്ണ ഹൃദയത്തോടെ അവനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ? ഓ കർത്താവേ, ഞാൻ ഒഴിഞ്ഞ പാത്രമായി നിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. കർത്താവേ, ഞാൻ എന്തെന്ന് സകലം നീ അറിയുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. കർത്താവിലൊന്നും ബലപ്പെടാം. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നിലും വിശ്വസിപ്പിന് നടുവ് ചെയ്ത കർത്താവ്. ആരെങ്കിലും ഇവിടെ കലങ്ങിയിരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും നീർന്ന നൊമ്പരവുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഓ ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളെ തുടർന്ന രാത്രിയായിട്ട് മാറട്ടെ. ശാന്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന രാത്രിയായിട്ട് മാറട്ടെ. ഓ, നിങ്ങൾ ചെലവിടുന്ന ഓരോന്നിനും പ്രതിഫലം നൽകുന്ന ദൈവം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതിഫലം നൽകുന്ന ദൈവം, നിങ്ങൾ ഓരോ ശുശ്രൂഷകൾക്കും പ്രതിഫലം നൽകുന്ന ദൈവം, നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിന് പോലും വില തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. ഓ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആർക്കും കടക്കാരനായ ദൈവമല്ല, അവൻ ആർക്കും ഒരു ബാധ്യതയല്ല. ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ, പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ.
അവനാർക്കും മന്ത്രിയാം ദൈവം നിത്യകാതരാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യകാതരാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ ഉയർത്തി അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാനാരുമില്ല അവനെ പോലാരാധ്യൻ ആരാധിക്കാം അവനാർക്കും അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാനാരുമില്ല അവനെ പോലാരാധ്യനില്ല മേഘരൂഢനായി വരും തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ
കൂടാകോടി ദൂതസൈന്യവുമായി മേഘാരൂഢനായി നമ്മുടെ കർത്താവിന്റെ വരവേറ്റു ആസന്നമായിരിക്കുകയാണ്. തന്റെ പ്രിയ സുധരെ തന്നോട് ചേർക്കുവാൻ നമ്മുടെ കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് കർത്താവേ, നിന്നിലായിരിക്കാൻ, നിന്നിൽ ചേർന്നിരിപ്പാൻ എനിക്ക് അനുവാദം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെയായിരിക്കാം. ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നോക്കാതിരിക്കാം. അനുഗ്രഹീതമായി നല്ല കൺവെൻഷന്റെ 5ാമത്തെ രാത്രി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരമേൽപ്പിക്കാം. പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ യാചനയ്ക്ക് മറുപടി തരുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നമ്മുടെ മധ്യയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ്, നമ്മുടെ ദുർഗമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ഒന്നുകൂടെ വന്ന് കർത്താവേ, നിന്നിൽ ബലപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എനിക്ക് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് കർത്താവേ, എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ മാറിപ്പോയാലും, എന്തൊക്കെ നീങ്ങിപ്പോയാലും നിന്റെ ദയ ഞങ്ങളെ വിട്ട് മാറിപ്പോകത്തില്ലല്ലോ എന്നതിനായി ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിൽ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടാം, കർത്താവിൽ ഒന്നുകൂടെ ഒന്ന് പുകഴാം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹൃദയം നുറുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുന്ന ഏവരെയും കർത്താവ് സ്വീകരിക്കുന്നുള്ള ധൈര്യത്തിൽ തൃക്കാരുണ്യത്തെ ഞങ്ങൾ അപേക്ഷിക്കുക കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിൽ ഒന്നുകൂടെ ഒന്ന് ബലപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ കൺവെൻഷന്റെ ഈ 5ാമത്തെ രാത്രി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങളുടെ ഈ പന്തലിൽ ഞങ്ങൾ ശബ്ദം ശ്രവിക്കുന്നവരുടെ മേൽ അവരുടെ ഹൃദയങ്ങളിലൊക്കെ ക്രിയ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ അനുഗ്രഹീതമായ രാത്രി കേൾക്കുന്ന വചനം ഏറെ അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, എൻ്റെ ഹൃദയത്തിന് ഏറെ അനുഗ്രഹമായി തീരുവാൻ, എൻ്റെ ജീവിതത്തിന് നന്മയുണ്ടാകുവാൻ കർത്താവെ, നിന്റെ വചനത്തെ എനിക്ക് അയച്ചു തരണമേ എന്ന് ദൈവത്തോട് മുട്ടിപ്പാട് നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നമുക്കുണ്ട്. പ്രാർത്ഥനയോടെ, വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന, മാരകമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന, ക്യാൻസർ പോലെയുള്ള വലിയ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന ഒത്തിരി പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. നല്ല കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. നല്ല ജോലികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ മുമ്പാകെ തന്നെ ജനമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവരുടെ മേലേക്ക് അനുകൂലമാകുവാൻ ദൈവത്തോട് മുട്ടിപ്പാട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ കുരിശിന്റെ മറവിൽ മറയ്ക്കണമേ എന്ന് ദൈവത്തോട് മുട്ടിപ്പാട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിനന്ദ തിരുമേനിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ബഹുമാനുള്ള അച്ഛന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യത്യസ്തമായ ഫലങ്ങളിൽ നമ്മെ നയിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മോട് ചേരുന്നല്ലോ. അവരെയൊക്കെയും ദൈവം നടത്തുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഗായക സംഘത്തിനായി, കൺവെൻഷന്റെ വിവിധ ചുമതലകൾ നടക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കായി, ദൂരത്തുനിന്ന് ചാരത്തുനിന്ന് വചനം കേൾക്കുവാൻ കടന്നു വന്ന ദൈവജനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവമേ, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരും ഉയരരുത് കർത്താവേ, നീ മാത്രം ഉയരണം, ഞങ്ങൾ കുറയണം നാഥ, പൂർണ്ണമായി ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു പറഞ്ഞ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രാർത്ഥനകൾ ചോദിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. വിജിൻ എന്ന് പറയുന്ന സഹോദരനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തന്റെ മകൻ ഒത്തിരി നൊമ്പരങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിട്ട് ദൂരദേശത്തായിരിക്കുന്നു. വിവാഹമൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള കുടുംബത്തിലൊക്കെ ഉണ്ട്. എല്ലാത്തിന്മേൽ അധിപതിയായ, എല്ലാത്തിന്മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തിൽ കർത്താവ് ഭവനത്തിന്റെ പ്രയാസങ്ങൾക്ക് അങ്ങ് വിടുതൽ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആദം സന്തോഷനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ കുഞ്ഞിന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ, ഭാരങ്ങളിൽ ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വ്യാപരിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മകന്റെ മേൽ നിഴലിടേണ്ടതിന് ദൈവത്തോട് മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ രോഗങ്ങളൊക്കെയും വേറൊന്നിനുമല്ല ദൈവനാമം മഹത്വം എടുക്കേണ്ടതിനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കേണ്ടതിന്, അവർ എഴുന്നേറ്റ് സാക്ഷി പറയേണ്ടതിന് ദൈവത്തോട് മുട്ടിപ്പാട് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ പ്രിയ ചെല്ലത്തും ഉപദേശി മുന്നോട്ട് വന്ന് ഇപ്പോൾ നമ്മയെല്ലാം കൂട്ടത്തെ വഹിച്ച് വിഷയങ്ങളെ ഓർത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ ദൈവമേ കർത്താവേ, ഈ ശാന്തമായ നല്ല രാത്രിവേളയ്ക്ക് വേണ്ടി അടുപ്പകൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, ഈ കൺവെൻഷന്റെ 5ാം ദിനമായ ഇത് കർത്താവെ അടികൾക്ക് കർത്താവെ വചന കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവോട് അനുവദിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്ത സകല ഉപകാരങ്ങളെയും നന്മകളെയും അനുഗ്രഹങ്ങളെയും അടികളെപ്പോഴും ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവ് അടികളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അടികളുടെ ബലഹീനതകളെ അവിടുന്ന് മാറ്റുവാർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും ഭാരത്താലും പ്രയാസത്താലും കർത്താവെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. തൻ്റെ മക്കളെ കർത്താവെ ഇന്ന് വചനമയച്ച് അവിടുന്ന് സൗഖ്യമാക്കി അവിടുന്ന് വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ വചനവുമായി കടന്നു വന്നിരിക്കുന്ന എവിടെ തിരുവേലിക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദരിദാസനെ അവിടുത്തെ ശക്തീകരിക്കുമാറണമേ, ബലപ്പെടുത്തുമാറണമേ. കർത്താവെ അവിടുത്തെ സാന്നിധ്യം തന്റെ മകന്റെ മേൽ പകർന്ന് അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് ഈ രാത്രിയിൽ വിളമ്പുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ തിരുവേലിമാർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് അനുഗ്രഹിക്കുവാൻ എല്ലാ നന്മകളാലും അവിടുന്ന് നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന കർത്താവെ ഇവിടെ പറയപ്പെട്ടതായ എല്ലാ വിഷയങ്ങളിന്മേലും ദൈവത്തിന്റെ വലിയ കൃപ അവിടുന്ന് പകർന്നുകൊണ്ടിരിക്കുവാനേ. കടന്നു വന്ന തന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുവാനേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ല കർത്താവേ, ശാന്തമായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങൾ സമയം ചെലവിടുന്നത്, ഞങ്ങൾ ആരോഗ്യം ചെലവിടുന്നത്, ഞങ്ങളുടെ പണം ചെലവിടുന്നത് സകലം ദൈവനാമ മഹത്വത്തിന്. ഞങ്ങൾക്ക് ഗുണകരമായി ഞങ്ങൾക്കായി ഒരു കൊമ്പ് ഉയർത്തപ്പെട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുവാൻ അങ്ങ് ഞങ്ങൾക്കായി ലോകത്തിൽ വന്ന് പങ്കപ്പാടുകളേറ്റ് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതിനെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നിൽ പ്രശംസയുണ്ട് അപ്പാ. നിന്നിൽ മാത്രം ഞങ്ങൾ പുകഴുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മൈലച്ചിൽ കൺവെൻഷൻ്റെ ഈ 5ാമത്തെ രാത്രിയിൽ ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും അവൻ്റെ പ്രത്യേകമായ കരുതലും കാവലും ഒക്കെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. എല്ലാത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തിൽ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ഇങ്ങനെ നിവർത്തിക്കുവാൻ ചില വർഷങ്ങളായി ഈ സഭയെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ് സഭയെ സംബന്ധിച്ചും നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും ആത്മീകമായി നമ്മൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ചില പ്രത്യേക നിയോഗങ്ങളും ഒക്കെ ഈ ശുശ്രൂഷ മധ്യേ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഈ പാവപ്പെട്ട സഭയെ ഈ തെക്കൻ കേരളത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം പരിപാലിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വിവിധമായ ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് ഈ മൈലച്ചിൽ കൺവെൻഷൻ. അതിൻ്റെ 5ാമത്തെ രാത്രിയിലാണല്ലോ നമ്മളായിരിക്കുന്നത്. ഈ വേദിയിലായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അഭിവന്ദ്യ ജോർജ് ഈപ്പൻ തിരുമേനി ഇന്നും നമ്മുടെ മധ്യയുണ്ട്. അധ്യക്ഷനായി ഈ കൺവെൻഷന് വേണ്ട നേതൃത്വം നൽകുവാൻ അഭിവന്ദ്യ തിരുമേനിയെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല വേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ഒരു നിറസാന്നിധ്യമാണ് നമ്മുടെ തിരുമേനി. നമ്മുടെ തിരുമേനിയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാകാത്ത രീതിയിൽ ഈ സഭയുടെ പേര് ഈ ദേശത്തും ഈ കേരളത്തിലുമൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ തിരുമേനി വഹിച്ച പങ്ക് ചെറുതല്ല. ഈ സഭയുടെ പാരമ്പര്യവും ഈ സഭയുടെ ആവശ്യകതയും ഒക്കെ ചില രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാനായിട്ട് ഈ നാളുകളിൽ തിരുമേനിയിലൂടെ ഈ സഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം ധന്യമായ ശുശ്രൂഷകളും നേതൃത്വവും ഈ സഭയ്ക്ക് വീണ്ടും വരുന്ന നാളുകളിൽ മുതൽക്കൂട്ടായിരിക്കും. വളരെ ആദരവോടുകൂടെ ഈ യോഗത്തിലേക്ക് അഭിവന്ദ്യ ജോർജ് ഈപ്പൻ തിരുമേനിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും.
മറ്റ് പ്രിയപ്പെട്ട തിരുമേനിമാരൊക്കെ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. 2 സവിശേഷ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അവരെ ഞാൻ പുറകാലെ പരിചയപ്പെടുത്താം. ഇന്നും ഈ രാത്രിയിൽ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ചെന്നൈ സ്വദേശിയായ ആംഗ്ലിക്കൻ സഭയുടെ അഭിവന്ദ്യ തിരുമേനിയായിരിക്കുന്ന ജോൺ സത്യകുമാർ സാർ അവറുകളാണ്. ഈ പകലിൽ വളരെ അർത്ഥപൂർണമായ മിനിറ്റുകൾ, മണിക്കൂറുകൾ ഈ സഭയെ പറ്റിയൊക്കെ സംസാരിക്കുവാൻ, വളരെ ആഴത്തിൽ ഹൃദ്യമായി സംസാരിക്കുവാൻ അഭിവന്ദ്യ തിരുമേനിയോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ പ്രത്യേകമായ വചന ശുശ്രൂഷയ്ക്കായി അഭിവന്ദ്യ ജോൺ സത്യകുമാർ തിരുമേനിയെ ഞാൻ സ്വാഗതം ചെയ്യും. ഇപ്പോൾ സഭയുടെ ഒരു ചെറിയ ഉപഹാരം അഭിവന്ദ്യ പ്രിസൈഡിംഗ് ബിഷപ്പ് തിരുമേനി ജോൺ സത്യകുമാർ തിരുമേനിക്ക് കൈമാറുന്നു. 2 പേരെയും ഞാൻ അതിനായി ക്ഷണിക്കുന്നു. Now we want to express our gratitude to our dear John Satyakumar Tirumeni. As a token of love, we are giving one small gift. Kindly accept, and we are blessed to have you in our midst. You are such a wonderful personality, mighty men of God. You come down to spend time with us. May God bless you. Please remember us in your prayer. We will also be grateful, and we will also remember you in our prayers. Thank you. തെക്കൻ കേരളത്തിലെ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സഭയാണ് സാൽവേഷൻ ആർമി. അവരുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ ലോകത്തിലെ ജനവിഭാഗങ്ങളുടെ ആത്മീകവും സാമൂഹികവുമായ ഉദ്ധാരണത്തിന് ആ സഭ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു നേതാവായിരിക്കുന്ന, ലീഡറായിരിക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി ശുശ്രൂഷ ചെയ്തിരുന്ന, ഡിവിഷണൽ ഓഫീസിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ബഹുമാനിയ ടി സ്റ്റീഫൻസൺ അയ്യ, മേജർ ടി സ്റ്റീഫൻസൺ അയ്യ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പോൾ വെള്ളറട കേന്ദ്രമാക്കി ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം സാൽവേഷൻ ആർമി സഭയുടെ ഒരു മീഡിയ വിങ്ങിൻ്റെയൊക്കെ ചുമതലയിലാണ്. അതുകൂടാതെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു നിറസാന്നിധ്യമാണ്. അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ വളരെ ശ്രേഷ്ഠമായ സേവനം ചെയ്യുന്നു. കേരളത്തിലെ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ, ക്രിസ്തീയ സഭകൾക്ക് വേണ്ടി അതിനിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതിൽ, നമ്മുടെ വാർത്തകളൊക്കെ മുങ്ങിപ്പോകാതെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുത്തുന്നതിൽ സ്റ്റീഫൻസനായി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വളരെ ആദരവോടുകൂടെ ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്ന മേജർ ടി സ്റ്റീഫൻസനായെ വളരെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യും. സഭയുടെ ഒരു ദീർഘകാല സുഹൃത്താണ് റവറൻഡ് ഡോക്ടർ LT പവിത്ര സിംഗ് അച്ഛൻ. ലൂതറൻ സഭയുടെ ഒരു സീനിയർ വൈദികനാണ്. കേരളത്തിൽ അദ്ദേഹം ഇടപെടാത്ത മേഖലകളില്ല. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ അച്ഛൻ ഒരു നിറസാന്നിധ്യമാണ്. KCCയുടെ മുൻ സംസ്ഥാന ട്രഷററാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. ലൂതറൻ സഭയുടെ ഓൾ ഇന്ത്യ കൗൺസിലിലൊക്കെ അദ്ദേഹം അംഗമാണ്. വളരെ ഉയർന്ന തലത്തിൽ ശുശ്രൂഷിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടി ഈ സഭയെ കാണുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെയൊക്കെ മുന്നോട്ട് വരുവാനായിട്ട് പ്രേരിപ്പിക്കുകയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് നമ്മുടെ കൺവെൻഷനിൽ സാന്നിധ്യം കൊണ്ട് നമ്മെ സഹായിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടെ റവറൻഡ് ഡോക്ടർ LT പവിത്ര സിംഗ് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ സഭാ സെക്രട്ടറി അച്ഛൻ പ്രിയ രതീഷ് അച്ഛനുണ്ട്. അച്ഛന് ഈ കഴിഞ്ഞ 15 ദിവസത്തിൽ എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് കണക്കെടുത്താൽ ഇപ്പോൾ ഉറങ്ങുന്നവർ ചിലപ്പം പേടിച്ചു പോകും. അച്ഛന് വളരെ ഗൗരവമായി കാര്യമായി ശുശ്രൂഷിക്കുന്നു. അച്ഛൻ്റെ നേതൃത്വം ഈ സഭയ്ക്ക് എന്നും മുതൽക്കൂട്ടാണ്. ഇത്തരം ത്യാഗപൂർണമായ ശുശ്രൂഷകൾ നേതൃത്വമൊക്കെ തരുന്നവരെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രതിനിധി സഭാ ഉപാധ്യക്ഷൻ റവറൻ ലിജി വർഗീസ് അച്ഛൻ ഇവിടെയുണ്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായ അച്ഛൻ്റെ സ്ഥാപനത്തെയും വീട്ടുകാരെയൊക്കെ മറന്ന് ഇവിടെയാണ്. ഈ പന്തലിനുള്ളിലും ഈ കോമ്പൗണ്ടിലുമാണ് അച്ഛൻ. അച്ഛൻ്റെ നേതൃത്വത്തിന് നന്ദി. ഈ ദിവസങ്ങളിലൊക്കെ വളരെയധികം യാത്ര ചെയ്യുന്നു ഈ കൺവെൻഷന് വേണ്ടി. എല്ലാത്തിലും സ്നേഹവും സന്തോഷവും വളരെ ഹാർദവുമായ സ്വാഗതം. നമ്മുടെ രാജൻ ഡാനിയൽ അച്ഛൻ കൺവെൻഷൻ തുടങ്ങിയ ദിവസം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ പന്തലിൽ ഒരു നിറസാന്നിധ്യമാണ്. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെമ്മാച്ചന്മാർ അവരുടെ സേവനം വിലമതിക്കാനാകാത്തതാണ്. അവസാന ദിവസം ഇവരെല്ലാം ഓർക്കുമെന്നുള്ളത് കൊണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ ഉപദേശിമാർ ഇവിടെയും പുറകിലുമൊക്കെ ഉണ്ട്. അവരൊക്കെ
ഓടി നടന്ന് ഈ കൺവെൻഷനെ ധന്യരാക്കുന്നു. എല്ലാവർക്കും സ്നേഹം, സ്വാഗതം. നമ്മുടെ ഗായക സംഘം, നമ്മുടെ പ്രിയപ്പെട്ട ഈ സിസ്റ്റമൊക്കെ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവർ, വോളണ്ടറി ആയിട്ട് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നവർ, അങ്ങനെ ഓരോരുത്തർ നിങ്ങളെല്ലാവരും വിലപ്പെട്ടവരാണ്. ഇന്നലെ നമ്മൾ പ്രസംഗത്തിൽ കേട്ടതുപോലെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ കേൾക്കുവാനായിട്ടുണ്ടല്ലോ. ഏറെ പ്രാർത്ഥനയോടെ KCCയുടെ മുൻ സംസ്ഥാന ട്രഷറർ, ലൂഥറൻ സഭയുടെ സീനിയർ വൈദികനായിരിക്കുന്ന, ഏറെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏറെ പങ്കുവഹിക്കുന്ന ബഹുമാന റവറൻഡ് ഡോക്ടർ LT പവിത്രസിംഹച്ചൻ ചുരുക്കമായി വാക്കുകളിൽ ആശംസ അറിയിക്കും. ബഹുമാനുള്ള അച്ഛനെ ക്ഷണിക്കുന്നു. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 65ാമത് മൈലച്ചൽ കൺവെൻഷനിലേക്ക് കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തെ ഒന്നാമതായി സ്തുതിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള ഡോക്ടർ ജോർജിപ്പൻ തിരുമേനിയോടൊപ്പം ഒരു സന്ധ്യാ കൺവെൻഷനിൽ ഒരുമിച്ചായിരിക്കുന്നത് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. പ്രത്യേകിച്ചും ഷിവസാറുടെ സൗഹൃദത്തിൽ പറഞ്ഞതുപോലെ ജോർജിപ്പൻ തിരുമേനി കേരളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു തിരുമനസ്സാണ് എന്നുള്ളത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയും. കുഞ്ഞു പ്രോഗ്രാം മുതൽ വലിയ പ്രോഗ്രാം വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ ഏത് മണ്ഡലങ്ങളിലും വളരെ കൃത്യനിഷ്ഠയോടെ പങ്ക്ച്വാലിറ്റിയായി പങ്കെടുക്കുന്ന ഒരു ബിഷപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സംസ്ഥാന ട്രഷറായിരിക്കുന്ന കാലഘട്ടം മുതൽ ഈ കൺവെൻഷൻ യോഗങ്ങളിൽ മുടങ്ങാതെ ഒരു ദിവസമെങ്കിലും കൃത്യമായി കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ തിരക്കുള്ള പ്രവർത്തന രംഗങ്ങളുടെ മധ്യേ ആയിരിക്കുന്നു എങ്കിലും ചില നിമിഷങ്ങൾ ഈ അനുഗ്രഹീയമായ മൈലച്ചൽ കൺവെൻഷനിൽ വന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം സാധിച്ചു. എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഞാൻ പ്രദാനം ചെയ്യുന്ന ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ സഭയുടെ നാഷണൽ കൗൺസിൽ അംഗം എന്ന നിലയിലും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നതിലുപരിയായി തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നന്മകൾ നേരുകയും ചെയ്യുന്നു. ബദിലായിരിക്കുന്ന ആംഗ്ലിക്കൻ സഭയുടെ പ്രിയപ്പെട്ട ബിഷപ്പ്, മറ്റ് ഓണറബിൾ ഗഡ്സ് വൈദികർ, അതിലുപരി ഞാൻ വളരെ സ്നേഹിക്കുന്ന സ്റ്റീഫൻസൺ അയ്യ, പരിചയപ്പെട്ട കാലഘട്ടം മുതൽ എന്തും സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഉറച്ച നിലപാടുകളോടുകൂടെ ഇന്നത്തെ എക്യൂമെനിക്കൽ രംഗങ്ങളിൽ വളരെ വേഗത്തിൽ ക്രൈസ്തവ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചലിപ്പിക്കുവാൻ കഴിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മുടെ ഈ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ നാളുകളിലും സ്റ്റീഫൻസയെ കുറിച്ച് പറയുകയുണ്ടായി. വീണ്ടും അദ്ദേഹം കൂടി ആയിരിക്കുന്ന ഒരു വേദി പങ്കിടുവാൻ അവസരം ലഭിച്ചത് വളരെ സന്തോഷമാണ്. അതുപോലെ രതീഷ് അച്ഛൻ സുദീർഘമായ വർഷങ്ങൾ കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഷിബസാറ് KCCയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അത്തരത്തിൽ ഈ അനുഗ്രഹമായ നിമിഷത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയും, പാട്ടിലൂടെ നമ്മൾ പാടുന്നത് പോലെ, വചനം പഠിപ്പിക്കുന്നത് പോലെ, വയലുകളേറെ വിളവുകളേറെ വേലക്കാരോ വിരളം എന്നുള്ള
ആ പാട്ടും വചനവും അന്വർത്ഥമാക്കുന്ന ഈ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ അനുഗ്രഹമായ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി ഇവിടെ നിന്നും കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്ന തരത്തിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആമേൻ. ഏറെ ആദരണീയനായ സ്റ്റീഫൻ സായ സാൽവേഷൻ ആർമി സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹോദരി സഭയാണ്. ഈ സഭയുടെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം പ്രാർത്ഥനാ ബന്ധം സാൽവേഷൻ ആർമി സഭയുമായി നമുക്കുണ്ട്. അവരുടെ പല ശുശ്രൂഷകളിലും സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിലും ഈ സഭയും ഭാഗവാക്കാണ് എന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സഭയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി വലിയ തലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഭവനത്തിലും കുടുംബത്തിലും പ്രത്യേകിച്ച് 102 വയസ്സുള്ള അമ്മയെ ശുശ്രൂഷിക്കുന്നതിൽ വരെ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണിക്കുന്നത് യഥാർത്ഥമായ ഒരു ദൈവദാസൻ എന്നുള്ളതാണ്. പ്രിയ ഈ സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പിൻ്റെ 65ാമത് മൈലച്ചൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം ഈ രാത്രി ബലഹീനനായ അടിയനെയും സഹായിച്ച ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 5 രാത്രികളിലായി സർവശക്തനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമായി തീർന്നു. 2026 നമ്മുടെ കൺവെൻഷൻ്റെ കുറിവാക്യം അല്ലെങ്കിൽ അതിൻ്റെ തീം എന്നുള്ളത് ആനന്ദവർഷം എന്നാകും. നമുക്കറിയാവുന്നതുപോലെ 2026 വർഷം വലിയവനായ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. ഏകദേശം 1 മാസം പിന്നിടുവാൻ പോകുകയാണ്. തുടർന്നുള്ള നാളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമായി തീരുവാൻ, നാടുകളായി തീരുവാൻ സർവശക്തനായ ദൈവം ഈ കൺവെൻഷനിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. തീർച്ചയായിട്ടും ഇന്ന് ഈ രാത്രി ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ രാത്രിയാകട്ടെ. വലിയവനായ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, കരുതിയ വിധങ്ങൾ, ഒരുപാട് നന്മകൾ നമുക്ക് നൽകിയ ആ നാളുകൾ, അതൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ അധ്യക്ഷനായി കാണപ്പെടുന്ന ഏറ്റവും ആദരനായിട്ടുള്ള നമ്മുടെ തിരുമേനി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാനുള്ള വലിയ ഭാഗ്യവും പദവിയും നൽകിയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ ഞങ്ങളുടെ വന്യമാതാവിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന അഭിമതി ബിഷപ്പ്, അതുപോലെ ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ KCCയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഡോക്ടർ LT പവിത്രസിംഗ് അച്ഛൻ, ഈ സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന രതീഷ് അച്ഛൻ തുടങ്ങിയിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠതയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ മറ്റൊരു നിറസാന്നിധ്യമാണ് നമ്മുടെ ഷിബു സാറ്. തുടങ്ങിയിട്ടുള്ള എനിക്ക് ഈ സഭയിലെ മറ്റു ചില കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾക്ക് ലഭ്യമായി തീർന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2026 വർഷം നമുക്കെല്ലാവർക്കും ആനന്ദവർഷമായി തീരുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി തീരട്ടെ. തുടർന്ന നാളുകളിൽ ശ്രമിക്കുന്ന ദൈവവചനം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാൽവേഷൻ ആർമി ഇന്ത്യ അധ്യക്ഷിത പശ്ചിമ സംസ്ഥാനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും അഭിവാദനങ്ങളും ഈ സമയത്ത് ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങളുടെ സഭയുടെ സംസ്ഥാന നടത്തിപ്പുകാരുടെ പേരിൽ അറിയിക്കുന്നു. വ്യക്തിപരമായ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വലിയവനായ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 44-ാമത്തെ പാട്ട് ചേർന്ന് പാടുമ്പോൾ സ്തോത്ര കാഴ്ചകൾ, നേർച്ചകൾ സ്വീകരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം.
കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ല കർത്തനെന്നെ കൈവിടില്ല കർത്തനെന്നെ കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു ഓടും കാറ്റും തീരമാലയും താഴകിൽ വന്നാഞ്ഞടിക്കും ഓടും കാറ്റും തീരമാലയും താഴകിൽ വന്നാഞ്ഞടിക്കും നേരമെന്റെ ചാരയുണ്ട് നേരമെന്റെ ചാരയുണ്ട് സാധു എന്നെ കൈവിടാതെ നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നടത്തിയിടുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മൈലച്ചൽ കൺവെൻഷൻ്റെ 5-ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുമ്പോൾ നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ദീർഘമാക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നീ ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അധിപതിയും അനന്തകൃപയുടെ വരുന്നതിയുമാകിയാൽ ഞങ്ങൾ നിസ്തുതിക്കുന്നു. അന്ത്യത്തോളം നിൻ്റെ ചിറകടിയിൽ നീ ഞങ്ങളെ സൂക്ഷിക്കുകയും കൊടുങ്കാറ്റും തിരമാലകളൊക്കെ വരുമ്പോൾ നേരങ്ങളൊക്കെ ഞങ്ങളെ താങ്ങി നടത്തുന്നു. നിൻ്റെ കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു. ഈ രാത്രി തിരുസന്നിധിയിൽ തിരുമുൽക്കാഴ്ചയായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെ അടിയൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. നിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കും സുവിശേഷത്തിൻ്റെ പ്രസിദ്ധിക്കുമായി അത് ഉപയോഗിച്ച് നൽകിയതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഏറ്റവും അനുഗ്രഹിച്ച് കൃപയിൽ അവരെ സൂക്ഷിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കർത്താവേ. നിൻ്റെ സന്നിധി ബോധം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. നിൻ്റെ വചനം പറയുവാനടുത്ത ഭക്തനെ ബലപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഈ രാത്രിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കൺവെൻഷൻ്റെ ഭാഗമായി തീരുവാൻ ദൈവയുടെയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അഭിവന്ദ്യരായ തിരുമേനിമാർ, സ്റ്റേജിൽ ഭൂമിഷ്ഠരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടക്കാരെ, കർത്താവിൻ്റെ വേലക്കാരെ, വന്നിയാർന്നിരിക്കുന്ന ഏവരുമേ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ നമ്മോട് ദൈവവചനം അറിയിക്കുന്നത് അഭിവന്ദ്യനായ ബിഷപ്പ് ഡോക്ടർ ജോൺ സത്യകുമാർ തിരുമേനിയാണല്ലോ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജുകൾ പങ്കിട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ 2 ദിവസം ഒന്നിച്ച് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ദൈവത്തിൻ്റെ ഭക്തനായൊരു മനുഷ്യൻ ഭാരതം മുഴുവൻ അല്ല, ഭാരതത്തിൻ്റെ വെളിയിലുമൊക്കെ ഈ ഗ്ലോബൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ വേല ഓടി നടന്നു ചെയ്യുന്ന അദ്ദേഹത്തെ നമുക്ക് ഈ 2 ദിവസം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചത് ഏറെ ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. വിത്ത് immense pleasure I invite you to deliver the message. May God bless us.
Glory be to the Father, the Son, and the Holy Spirit. Amen. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Greetings to you all in the name of our Lord and Savior Jesus Christ. നമ്മുടെ പ്രിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. I respect and honor all the saints of God, all the heads of the churches, leaders was seated on the dais. ഞാനിവിടെ വളരെ സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം ഇവിടെ ആയിരിക്കുന്ന സഭാ നേതൃത്വത്തെ, സഭയുടെ ചുമതലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടെ ഓർക്കുന്നു. I thank God for this man of God, our beloved Palli Tirumeni George Ethan. അഭിവന്ധ്യ സഭയുടെ പിതാവായിരിക്കുന്ന ജോർജ് ഈപ്പൻ തിരുമേനിയെ ഞാൻ ഓർക്കുന്നു. Especially I do have so much of love, respect, I regard for him and the entire family. എനിക്ക് വ്യക്തിപരമായി ആ കുടുംബത്തോട് വളരെയധികം കരുതലും സ്നേഹവും പ്രത്യേകമായ പരിഗണനയും ഉണ്ട്. I admire and thank God that the whole families, brothers and sisters, everybody together, they are serving the Lord. ഒരു ഭവനം മുഴുവനായി സഹോദരങ്ങളായി കുടുംബമായി ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കണ്ട് ആ കുടുംബത്തിനെ ഞാൻ പുകഴ്ത്തുന്നു. I thank all the committee member, council members, vice president, secretary, treasurer, all the leaders and achans are very much committed and dedicated and shouldering our beloved Palli Tirumeni. അഭിവന്ധ്യ തിരുമേനിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ സഭയുടെ ചുമതലക്കാരായി, സെക്രട്ടറിയായി, മറ്റ് ചുമതലക്കാരായി, കമ്മിറ്റി അംഗങ്ങളായി, കൗൺസിൽ മെമ്പേഴ്സായി ഒരുമിച്ച് കൂടെ ആയിരുന്നുകൊണ്ട് ഈ സഭയെ പണിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം. Amen. ആമേൻ. You're all happy? സന്തോഷത്തിലാണോ? You're the same with very rigid. ഇന്നലെ പോലെ നിങ്ങൾ അനങ്ങാതെ തന്നെ ഉണ്ട്. Be happy in the Lord. ദൈവത്തിൽ സന്തോഷിക്കുക, Rejoice in the Lord. ദൈവത്തിൽ പുകഴുക. Say it again and I say it again and I say rejoice in the Lord. ഞാൻ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഈ വാചകം തന്നെ പറയും, ദൈവത്തിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ That's what the ആനന്ദിപ്പിൻ. Bible says. അത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. Now you are very happy? ഇപ്പോഴെങ്കിലും സന്തോഷത്തിലാണോ നിങ്ങൾ? Shall we sing one small chorus? ഒരു ചെറിയ പാട്ടിന്റെ ഒരു ഭാഗം The നമുക്ക് joy ഒരുമിച്ച് of the Lord പാടാം. is my strength. Do ദൈവത്തിന്റെ you know this chorus? ഈ ഒരു ഇംഗ്ലീഷ് പാട്ട് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് These രണ്ട് വരികൾ. kids are very scared. This fellow will ask some question unwanted. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചെറിയൊരു ഭയം കാണുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള ഭയം. ഭയമില്ല, ഒന്നും വേണ്ട. The joy of the Lord is my strength. 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 I'm not a foreigner. I'm an Indian. These two saints of God, great people, give a chance. They worship like anything. They jump and glorify the Lord in this age. They're very much restricted today. പ്രിയപ്പെട്ടവര് വളരെയധികം God is using them very mightily throughout the world. സന്തോഷത്തിൽ കർത്താവിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവരെ ദൈവം തുടർന്നും ഭയങ്കരമായ രീതിയിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. You don't want to sing this song? ഈ പാട്ട് അറിഞ്ഞുകൂടാ? Don't worry, I'm not going to take much time message, very short message. Don't worry. ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. You're happy now? ഇപ്പോഴെങ്കിലും സന്തോഷമായോ? The joy of the Lord is my strength. 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 He gives me living water and I thirst no more. He gives me living water and I thirst no more. He gives me living water and I thirst no more. The joy of the Lord is my strength. He fills my mouth with laughter, ha 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 ha. He fills my mouth with laughter, ha 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 ha. He fills my mouth with laughter, ha 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 ha. The joy of the Lord is my strength. Hallelujah. Hallelujah. How this man wearing cross? He's like a Pentecostal man.
ഈ കുപ്പായൊക്കെ ഇട്ട് No, I'm not that. But we are all worshipping, loving and living great God. നമ്മൾ ആരാധിക്കുന്നത് ജീവിക്കുന്ന ഇന്നും വാഴുന്ന ഒരു മഹത്തായ We all കർത്താവിനെയാണ്. the servants of God, we are all working for serving for one common master, our Lord Jesus Christ. ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷയുടെ വിവിധ തലങ്ങളിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് ഈ മഹാനായ ദൈവത്തെയാണ്. No matter what denomination we come from, നമ്മൾ ഏത് സഭാ പ്രസ്ഥാനത്തിലായിരിക്കുന്നു we are all എന്നുള്ളതാണ്. ministers of God, അവരെല്ലാവരും ദൈവിക leading ശുശ്രൂഷയിലാണ്. the people അവർ ദൈവത്തിന്റെ മക്കളാണ്. unto Christ, അവര് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് to ആദായപ്പെടുത്തുന്നവരാണ്. inherit eternity. ജനങ്ങളെ ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിന് There is അവകാശികളാക്കി only തീർക്കുന്നു. one way to go to heaven. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരൊറ്റ വഴിയെ സ്വർഗത്തിൽ പോകാനായിട്ടുള്ളൂ. Where is the way? ഏതാണ് ആ വഴി? How do you find the way? എങ്ങനെയാണ് ആ വഴി കാണുന്നത്? I am the way, the truth and the life, Jesus said. Amen. ധന്യനായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. One small child asked a mother. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി തന്റെ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു. She asked one question, very simple question, but mother admired the question that she asked. ഒരു കുഞ്ഞു ചോദ്യമാണ് ചോദിച്ചത്, പക്ഷെ മാതാവ് ആ ചോദ്യത്തെ വളരെയധികം We അഭിനന്ദിച്ചു. all are worshipping and praying to the Lord Jesus Christ, your daddy. നമ്മളെല്ലാവരും നമ്മുടെ പിതാവായ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. But why Jesus is keeping like this and up and praying on that? എന്നാൽ കർത്താവ് എന്താണ് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന തരത്തിൽ നമ്മൾ കാണുന്നത്? The mother cannot explain very many things, the deep message to the child. അതിലൊരു ആത്മീക സത്യമുണ്ട്, ആഴത്തിലുള്ള അർത്ഥമുണ്ട്. പക്ഷെ അത് ഈ കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കില്ല. She doesn't understand God the Father, God the Son and God the Holy Spirit. ഒരു പക്ഷേങ്കിൽ വലിയ ത്രിത്വ രഹസ്യത്തെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു ധാരണ അമ്മയ്ക്കില്ല. അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി കുഞ്ഞിനുമില്ല. As a mother, she, in a simple way, she said, this is how Jesus is teaching us to pray to God. വളരെ എളുപ്പത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും മനസ്സിലാകുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വിശദീകരിച്ചു. ഇതാണ് കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന രീതി. Amen. ആമേൻ. So now you feel happy now today in the presence of God? ആരെങ്കിലും ഇപ്പോഴെങ്കിലും വളരെ സന്തോഷത്തിലായോ ക്രിസ്തുവിന്റെ സന്നിധിയിൽ? How many of you really feel the presence of God in this? നിങ്ങളിൽ എത്ര പേര് ദൈവിക സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈ സ്ഥലത്ത് അനുഭവിക്കുന്നുണ്ട്? Hello, I'm Achan, small Kutti Achan from Chennai. I'm talking to you, my dear. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒരു എളിയ ശുശ്രൂഷകനായി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. പരസ്പരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. Do you listen? Please, Cap, very. Turn with me. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ Philippians chapter 2 verse 5. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം Could you അധ്യായം kindly read someone in Malayalam and also in English if you want. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Yes, yes. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Yes. Amen. May the Spirit of the Lord speaks to you with this through this holy verse. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഈ വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ. When Apostle Paul writes this when he was in prison. ഈ ഒരു ലേഖനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് താൻ ജയിലിലായിരിക്കുമ്പോഴാണ്. What amount of concern, love he had. He writes this word. എത്ര ഉള്ളിൽ ആഴത്തിലുള്ള കരുത്തും സ്നേഹവും മറ്റുള്ളവരോടുള്ള ഒരു അനുഭൂതിയൊക്കെ ഉണ്ടായാൽ മാത്രം ജയിലിലായിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ലേഖനം എഴുതാൻ സാധിക്കും. When he was Saul, he tortured and persecuted very much the Christians and Christianity. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. പൗലോസ് ശൗലായിരുന്ന സമയത്ത് അവൻ വളരെ താല്പര്യത്തോടുകൂടെ ക്രിസ്ത്യാനികളെ, ക്രിസ്തീയ മാർഗത്തിലുള്ളവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരു മനുഷ്യനായിരുന്നു. But when God touched him,
എന്നാൽ ദൈവം അവനെ തൊട്ടപ്പോൾ, when God changed him, അവനെ ദൈവം രൂപാന്തരപ്പെടുത്തിയപ്പോൾ became Paul, Apostle Paul. അവനൊരു വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനായി മാറി. He's like a shadow in the New Testament of Jesus Christ. ഈ പുതിയ നിയമത്തിൽ നമ്മൾ ആഗമനം ഒന്ന് പരിശോധിച്ചാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ഒരു നിഴലായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് പൗലോസ് എന്ന് നമുക്ക് കാണാം. So with that, so much of courage, he is able to witness, I can do all things in him one who strengthened me. അവന് മറ്റാർക്കും കിട്ടാത്ത അപാരമായ ഒരു ഉൾക്കരുത്തോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ, നിലനിൽക്കുവാൻ, പോരാടുവാൻ സാധിച്ചു എന്നുള്ളതാണ്. He is the same person that he encouraged every one of us, saying that rejoice in the Lord. ആ മനുഷ്യൻ പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മളെയും പ്രചോദിപ്പിക്കുന്ന എങ്ങനെയാണ്, ക്രിസ്തുവിൽ എപ്പോഴും നിങ്ങൾ ആനന്ദിപ്പിൻ. Whenever we come to the church, to the Christian program meetings, എപ്പോഴെങ്കിലുമൊക്കെ ഏത് സാഹചര്യത്തിലും ക്രിസ്തീയ ശുശ്രൂഷകൾക്കോ എന്തെങ്കിലുമൊക്കെ ആരാധനയ്ക്കോ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ we should realize and feel the presence of God, and main thing that we should follow the footsteps of Jesus Christ. നിങ്ങൾ തീർച്ചയായും ദൈവിക സാന്നിധ്യം ആഴത്തിൽ അനുഭവിക്കുന്നവരായിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ക്രിസ്തുവിന്റെ വഴിയടയാളങ്ങളെ പിന്തുടരുന്നവരായി നിങ്ങൾ മാറണം. Though we live on this earth with all filthy situation, with all worldly things, കളങ്കവും മാലിന്യവും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ, but God has chosen us as His own children, ക്രിസ്തു നമ്മളെ തന്റെ സ്വന്തം മക്കളും അവകാശികളുമായി to തിരഞ്ഞെടുത്തിരിക്കുന്നു. follow the footsteps of Jesus Christ. ക്രിസ്തുവിന്റെ കാലടികളെ പിന്തുടരുവാനായിട്ട് As നമ്മളെ He is our വിളിച്ചിരിക്കുന്നു. Savior of the entire universe. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വഴികളെ നമ്മൾ പിന്തുടരുക. Do you know that? I mean, travel with the ship. നിങ്ങൾ ആരെങ്കിലും Any chance you have that? കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? You used to go by boating, no? Here in Trivandrum beach and beach- some other places. ഇവിടെ സമീപത്തൊക്കെ തിരുവനന്തപുരം സൈഡിലൊക്കെ ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് കുഞ്ഞു ബോട്ടുകളിലൊക്കെ കയറാം. When we travel the ship, though we live on this earth, we travel by ship or air. നമ്മൾ സാധാരണ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാഹചര്യങ്ങൾ നമ്മെ ഇത്തരത്തിലുള്ള ജലയാത്രകൾ, കപ്പലിൽ യാത്രകളൊക്കെ നമ്മൾ നടത്താൻ നിർബന്ധിതരാകാറുണ്ട്. നമ്മൾ To travel by ship, it requires water, is it? ഒരു കപ്പലിന് യഥാവിധി യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായും ജലം ആവശ്യമാണ്. To travel by air, what it requires? വിമാനത്തിൽ അല്ലെങ്കിൽ ആകാശമധ്യേ യാത്ര ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? What it requires? It flies in the air. ഉറപ്പായിട്ടും ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിന് വായുവിന്റെ എയറിന്റെ സഹായം ഇല്ലാതെ യാത്ര സാധ്യമല്ല. If there is a small hole in the big ship, ഒരു വലിയ കപ്പലിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നാൽ പോലും and fills entire the ship, it goes into the water. വെള്ളം അതിലേക്ക് പ്രവേശിച്ച് കപ്പലിനെ ആകമാനം ആ ആഴക്കടലിൽ മുക്കിക്കളയാൻ ഇടയുണ്ട്. Finish. കഴിഞ്ഞു എല്ലാം Same അവസാനിക്കും. manner, the aeroplane, air it requires. But if any leakage in the aeroplane fills with air, that gets down. ഇതേപോലെ തന്നെ ഒരു ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അതിനകത്തേക്ക് എയർ പ്രവേശിച്ചാൽ അത് ആ വിമാനത്തെ താഴേക്ക് നിലംപരിശാക്കി കളയുന്നത് നമുക്ക് കാണാം. God has created the whole universe. ദൈവം ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്, and created you and me, അതുപോലെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്, and placed in this world on the earth. ഈ ലോകത്തിൽ അതിൻ്റെതായ സ്ഥാനത്ത് അവരവരെയൊക്കെ ആക്കി What വെച്ചിരിക്കുകയും the speciality that you are separated from the world. എന്നാൽ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ ഓർക്കണം. We should not allow the world into our
That's the main thing. ഒരു കാരണവശാലും വളരെ പ്രാധാന്യത്തോടെ ഓർക്കേണ്ടത് ഈ ലോകത്തെ നമ്മളിലേക്ക് ആവാഹിക്കുവാനോ ലോകം നമ്മളിൽ സ്വാധീനം ചെലുത്തുവാനോ ഒരിക്കലും It's ഇടയാകരുത്. true that we are living on this earth. ഈ ഭൂമിയിലാണ് നമ്മൾ എന്നുള്ളത് സത്യമാണ്. We get to come across with so many confusions, a lot of problems, worries, sickness, everything. ഒരു പക്ഷേങ്കിൽ ധാരാളം സംശയങ്ങൾ, ആകുലതകൾ, രോഗങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി കടന്നു വന്നു. As we are the chosen people, separated people for the Lord Jesus Christ. എന്നാൽ നിങ്ങളൊരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായിരിക്കുമ്പോൾ So God wants us to be His children. എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ അവന്റെ മക്കളാക്കി തന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. With the same love and concern, ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ Apostle Paul says, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ എഴുത്തിലൂടെ your വ്യക്തമാക്കുന്നു. attitude should be the same as that of Jesus Christ. അവിടെ ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Is it possible? Let's just realize, is it possible? ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ? ഇത്തരം ഒരു ആഴമുള്ള അനുഭവം സാധ്യമാണോ? Your attitude, your behavior should be like Jesus. നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ സ്വഭാവം ക്രിസ്തുവിനെ പോലെ ആകണം. How many of you really have the desire to be like Jesus? നിങ്ങൾ ആർക്കെങ്കിലും അല്ലെങ്കിൽ എത്ര പേർക്ക് യേശുവിനെ പോലെ ആകാൻ ആഗ്രഹമുണ്ട്? No? You want to be Jesus or you want to be like Jesus? നിങ്ങൾക്ക് യേശു ആകണോ, യേശുവിനെ പോലെ ആകണോ? He never allow you to be Jesus. ഒരു കാരണവശാലും ക്രിസ്തു ആകുക There is only സാധ്യമല്ല. one Jesus. ലോകത്തിൽ ഒരൊറ്റ യേശു. But people are misusing the name of Jesus. എന്നാൽ യേശുവിന്റെ ആ ധന്യമായ നാമം മറ്റു പലരും But Jesus- ശരിയായ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. But here Paul emphasized that your attitude should be the same as that of Jesus Christ. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് നിങ്ങളുടെ ഭാവം ക്രിസ്തുവിനെ പോലെ ആയി മാറണം എന്നുള്ളത് തന്നെ. Amen. ആമേൻ. So our way of talk, our walk, everything, all our attitudes, behavior, and our discussion, our conversation, all our activities, everything should be like Jesus. നമ്മുടെ നടപ്പും സംസാരവും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സംഭാഷണങ്ങളും ഒക്കെ ക്രിസ്തുവിനെ പോലെ ആയി മാറുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊള്ളുക എന്നുള്ളതിന്റെ യഥാർത്ഥമായ അർത്ഥം. Do you know the person you want to be? Jesus. നിങ്ങൾക്ക് അറിയാമോ? Do you know the name of the person? നിങ്ങൾക്ക് അറിയാമോ ക്രിസ്തു ആകാൻ ആഗ്രഹിച്ച ആരുടെയെങ്കിലും പേര്, ഒരാളുടെ പേര്? That started there in the early first person. അത് Remember that? അത് ആദ്യകാലത്തെ തുടങ്ങിയതാണ്. He wanted to be Jesus. അത് ആദ്യമേ തുടങ്ങിയതാണ്, ആദ്യകാലത്തെ ഉണ്ടായിരുന്നതാണ്. ക്രിസ്തു ആകാനായി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. He's a fallen angel. നിങ്ങൾക്കറിയാം, അത് ശപിക്കപ്പെട്ട മാലാഖയാണ്. അറിയോ അറിയില്ല? നിങ്ങൾക്ക് അറിയോ അറിയില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും പറഞ്ഞു. അറിയാമെങ്കിൽ അറിയാമെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞാൽ മതി. So we are all God looks everybody. You may think that we are very simple, ordinary, we are humble, everything fine. നിങ്ങൾ വളരെ ശാന്തരാണ്, സൗമ്യരാണ്, പാവപ്പെട്ടവരാണ്, എളിയവരാണ്. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്, ഇതെല്ലാം നല്ലതുമാണ്. You may think that I'm not well educated, I don't have talents, gifts, all these things you would say. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിദ്യാഭ്യാസം ഇല്ല, നമ്മൾ കഴിവുള്ളവരല്ല, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുമായിരിക്കും. Doctor, engineer, lawyer, and whoever may be. അതോ നിങ്ങൾ അല്പം കൂടെ മെച്ചപ്പെട്ട തരത്തിലുള്ള ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കേറ്റോ ആരോ ആകട്ടെ. But Jesus, God looks at you as His own son and daughter. എന്നാൽ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ പദവിയും നിങ്ങളായിരിക്കുന്ന സ്ഥാനവും ഒക്കെ അല്ല കാണുന്നത്, പകരം നിങ്ങൾ അവൻ്റെ മക്കളാണ് എന്നുള്ളതാണ് ക്രിസ്തു നമ്മിൽ കാണുന്ന ഏക കാര്യം. Yes. Do you know the short man in New Testament gospel? പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ പുതിയ നിയമത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ ആളിനെ? When Jesus, you know that person? നിങ്ങൾക്കറിയാമോ? Zacchaeus, right? Good. സക്കായി Was tax collector. ഒരു ചുങ്കക്കാരനായിരുന്നു. He earned lot of money by collecting commissions, all this
ഇങ്ങനെ ചുങ്കം പിരിക്കുകയും കരം പിരിക്കുകയും ചെയ്ത് അതിൽ നിന്നൊക്കെ ചില പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് ഭയങ്കര ധനികനായി തീർന്ന ഒരു മനുഷ്യൻ, So rich man. വളരെ ധനികനായ മനുഷ്യൻ. But when he came to know that Jesus is walking on this road, ഒരു ദിവസം ക്രിസ്തു ഒരു വീഥിയിലൂടെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കി he had a deep desire to look at Jesus. അവന്റെ ഉള്ളിൽ ഒരു വലിയ താല്പര്യം ഉണ്ടായി ക്രിസ്തുവിനെ Climbed up കാണണം. the tree and saw Jesus was coming up. അവൻ ഒരു മരത്തിന്മേൽ കയറി അവിടെ ഇരിപ്പുറപ്പിച്ചിട്ട് വഴിയെ നടന്നു വരുന്ന ക്രിസ്തുവിനെ കാണാൻ ശ്രമിച്ചു. When he had the desire to look at Jesus, അവന് ക്രിസ്തുവിനെ കാണണം, നോക്കണം എന്നുള്ളൊരു ആഗ്രഹം Jesus ഉണ്ടായപ്പോൾ looked up on the top and asked this man to come down. വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവന്റെ താല്പര്യത്തെ മനസ്സിലാക്കി ക്രിസ്തു അവനെ അങ്ങോട്ട് കണ്ട് അവനെ നോക്കി അവനെ വിളിച്ച് താഴെ He വരാൻ said that ആവശ്യപ്പെട്ടു. I'm going to stay with you. I'm going to dine with you today. എനിക്ക് നിന്നോട് ഒപ്പം ഇന്ന് താമസിക്കുവാനും ഭക്ഷിപ്പാനും താല്പര്യമുണ്ടെന്ന് ക്രിസ്തു All the പറയുന്നു. bishops, councils, and Sadducees, Pharisees, Achanmar, everybody started to question, oh, this man, oh, our Lord Jesus, a Savior, he goes to this man and stays and he fellowship with this man. അക്കാലത്തിലെ മതപുരോഹിതന്മാരും നേതൃത്വവും അവിടെ ഉണ്ടായിരുന്ന സകല പരീശന്മാരും ചുങ്കക്കാരും എല്ലാവരും ക്രിസ്തു പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാനും ഭക്ഷിപ്പാനും പോയി എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് നേരെ പരിഹാസവും ആക്ഷേപവും ഉന്നയിച്ചു. See that there is a deep message in that. വളരെ ആഴമുള്ള ഒരർത്ഥം സത്യം അതിനകത്തുണ്ട്. He turned from his past life and committed total life unto the Lord. അവന്റെ പഴയ ജീവിതത്തെ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി മാറി. He said so many things. I give away all mine. അവനൊരു ഒരു ഒരു കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെതായിട്ടുള്ള സകലതും ഇവിടെ ഉപേക്ഷിക്കുകയാണ്. See the attitude of Jesus. ക്രിസ്തുവിന്റെ ഒരു ഭാവം നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ When we സാധിക്കും. look at people, we say that he's useless. He belongs to this community. He belongs to this group. Oh, he's this that. So many in our mind. നമ്മളൊരു മനുഷ്യനായിരിക്കുമ്പോൾ മറ്റു മനുഷ്യരെ കണ്ടാൽ നമ്മൾക്ക് സ്വാഭാവികമായ വിലയിരുത്തലുകൾ ഇങ്ങനെയായിരിക്കും, ഇവനെ കൊണ്ട് കൊള്ളില്ല, ഇവന് കഴിവില്ല, ഇവനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ആയിരിക്കും. But when Jesus had a look on Zacchaeus, he accepted Lord Jesus as Christ as his personal Savior. എന്നാൽ ക്രിസ്തു ഇത്തരത്തിൽ നമ്മെ കാണുന്ന സമയത്ത് അവൻ കൃത്യമായി നമ്മെ വിലയിരുത്തും, അവൻ എല്ലാവരെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും. So many references are there, characteristics of the scripture. ഈ ഒരു ആത്മീക സത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒത്തിരി വേദപുസ്തക ഭാഗങ്ങളും വാക്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. There are about 7 attitudes, characteristics are there, but I am not going to preach on that. ഏകദേശം 7ഓളം ഭാവങ്ങൾ, 7ഓളം തലങ്ങൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിന്റെ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അതൊന്നും എല്ലാമൊന്നും പറയുന്നില്ല. Yes, but I'm going to talk only just one point. ഞാൻ അതിൽ ഒരൊറ്റ കാര്യം മാത്രം ഈ രാത്രിയിൽ പറയാം. The humility of our Lord Jesus Christ. ഒരൊറ്റ കാര്യം, അത് ക്രിസ്തുവിന്റെ താഴ്മയെ An example in the whole universe that he was ready to wash the feet of the disciples. ഈ ലോകത്തിലേക്കും ഏറ്റവും ഉദാത്തമായ മാതൃകയായി ഇന്നും വിശേഷിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ താഴ്മയുടെ ഏറ്റവും വലിയ പ്രതീകമായി നിലനിൽക്കുന്ന ഒരു സംഭവം ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നുള്ളതാണ്. There are very many characteristics of Jesus Christ. ഇതുപോലെ ഒത്തിരി ക്രിസ്തുവിന്റെ ഭാവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. It's highly impossible to follow, but Jesus wants us to be. അവയൊക്കെ ഒന്നായി മുഴുവനായി നമ്മൾ അനുവർത്തിക്കാൻ ശീലിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ പ്രയാസമായിരിക്കും. പക്ഷെ ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്. If you could just go through the passage of 1 Samuel chapter 16. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ 1 Samuel 1 ശമൂവേൽ chapter 16 verse 7. 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. Samuel chapter 16 verse 7. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളിച്ചു. Man looks at the outward appearance, but the Lord looks at the heart. ബാഹ്യമായ ഭാവങ്ങളെ, സാഹചര്യങ്ങളെ കാണുന്നതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിനെ അറിയുന്നവനാണ്. For the very reason that God has chosen this man, David, King David.
അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് വേദപുസ്തകത്തിൽ നമ്മൾ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതായി കണ്ടെത്താനും സാധിക്കുന്നത്. He started to follow the footsteps of Jesus Christ. ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനായി ശ്രമിച്ച ഒരു He മനുഷ്യൻ. became a king when Samuel anointed him with the grace of God. He started to sing songs and praising the Lord, and he has written of 150 psalms in the scripture. ഒരു രാജ്യത്തിന്റെ തലവനായി, രാജാവായി, പരിശുദ്ധനായി അവരോധിക്കപ്പെടുന്ന സമയത്ത് അവൻ ക്രിസ്തുവിലുള്ള ആനന്ദത്താൽ ആ പ്രവാചകന്റെ മുമ്പിൽ അവൻ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. തുടർന്നുള്ള തന്റെ രാജകീയമായ ജീവിതത്തിൽ 150-ലധികം സങ്കീർത്തനങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാൻ അവനെ സാധിച്ചു. See about here that 12 verse 12. ഇവിടെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് the way he looks at King David, just see that. ദാവീദിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. He was the second part. Yeah. 22. No, 12. Okay. Chapter 16. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. Amen. People might respect you and people evaluate in such a manner. വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ യാതൊരു പ്രയോജനമില്ലാത്തവരായി കാണുകയും നമ്മളെ യാതൊരു വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ അങ്ങനെ അല്ല കാണുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. No matter what background you come from, നിങ്ങൾ ഏതാ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. Jesus looks at you as his own child. നിങ്ങളെ തന്റെ സ്വന്തം മക്കളായി ക്രിസ്തു കാണുന്നു. This is the great opportunity that God has given to us. ഈ ഒരു മഹത്തായ സാഹചര്യവും സാധ്യതയുമാണ് ദൈവം നമ്മുടെ മുമ്പിൽ He set an example to everybody. ഓരോരുത്തരുടെയും humble is humility shows. ഓരോരുത്തരുടെയും മുമ്പിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ താഴ്മ എന്ന ഭാവം കൃത്യമായി അനുവർത്തിക്കാനായി സാധിക്കും. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിവപ്പെടുത്താം. Are we able to follow the footsteps of Jesus Christ and the characters of Jesus Christ, the attitude and behavior of Jesus Christ? ശാന്തമായി ഒന്ന് ഹൃദയത്തെ വിചിന്തനം ചെയ്ത് കർത്താവിന്റെ യഥാർത്ഥമായ ഭാവം നമ്മളിലുണ്ടോ, അവന്റെ സമീപനങ്ങളാണോ നമ്മുടെ സമീപനം, അവന്റെ കാലടികളെയാണോ നമ്മൾ യഥാർത്ഥമായി പിന്തുടരുന്നതെന്ന് People might say that he is not qualified, he is this. So many reasons would say that. But in the sight of God, God wants you to be his child, to be his servant. Finish. കഴിവുള്ളവനല്ല, കൊള്ളാകുന്നവനല്ല എന്ന് ഇത്യാദി ഒത്തിരി കാര്യങ്ങൾ മനുഷ്യർ നമ്മളെ പറ്റി വിലയിരുത്തുമ്പോഴും ക്രിസ്തു നമ്മളെ അങ്ങനെയല്ല കാണുന്നതെന്ന് ഈ രാത്രി നമുക്ക് മനസ്സിലാക്കാം. How you are holy, righteous and blameless is able to witness. പവിത്രരായി, നീതിയുള്ളവരായി, അനന്യരായി നടക്കാം. We should have same courage to testify that we are holy people, we are God's people, and we are righteous. Not holy, immediately people think that with wearing cassock, wearing cross, with white, with beautiful, all these things, very holy. That is not the sign of holy life. ഇത്തരത്തിലുള്ളൊരു സാക്ഷ്യം നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും മനുഷ്യർക്ക് ചിന്തയുണ്ടാകും, മനോഹരമായിട്ടുള്ള കുപ്പായങ്ങളും മനോഹരമായിട്ടുള്ള വസ്ത്രവും ശുശ്രൂഷ തലങ്ങളും ഒക്കെ ലഭിച്ചാൽ നമ്മൾ വിശുദ്ധരും പവിത്രരും ഒക്കെ ആയി മാറി എന്നുള്ളത് അങ്ങനെയല്ല. വളരെ ആഴത്തിലുള്ള ഒരു രഹസ്യം, ഒരു മർമ്മം നിങ്ങളും ക്രിസ്തുവും തമ്മിലുണ്ട്. ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഈ മനുഷ്യൻ വിശുദ്ധനാണെന്ന്. ചിലപ്പോഴെങ്കിലും മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സ്വാഭാവികമായി പറയാറുള്ള വാചകമാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്നൊക്കെ. How is your conversation with your Lord Jesus? എന്നാൽ വളരെ ആത്യന്തികമായ കാര്യം, നിങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തെ എങ്ങനെ കാക്കുന്നു, നിങ്ങളും ക്രിസ്തുവുമായുള്ള ആശയവിനിമയം, സംഭാഷണം എത്രത്തോളം കരുത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. That's very important. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. It proves and it testifies that your holy life, your holy life. ആ ഒരു ബന്ധമാണ്, ആ ഒരു അഭേദ്യമായ കൂടിച്ചേരലാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മലീകരിക്കുന്നത്, വിമലീകരിക്കുന്നത്. നമുക്ക് അപ്രകാരം തന്നെ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കുവാനോ ന്യായം വിധിക്കുവാനോ ഉള്ള അവകാശവുമില്ല.
lives in unholy life. That's nothing we cannot do. ചിലരെ കണ്ടിട്ട് ഇവർ വിശുദ്ധരാണെന്നും ചിലർ അത്ര വിശുദ്ധരല്ല എന്നും ഒക്കെ വിലയിരുത്താനുള്ള യാതൊരു അധികാരവും എനിക്ക് നിങ്ങൾക്ക് In ഇല്ല. the same way, that second one is righteous. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതി. Where do we get justice? Nothing. We cannot get the justice from anywhere. ഈ ലോകത്തിൽ നമ്മൾ ഇതിനെ അന്വേഷിച്ച് നടന്നാൽ എവിടെ നിന്നാണ് കിട്ടുക? ഒരിടത്തു നിന്നും നീതി കിട്ടാനായിട്ട് പോകുന്നില്ല. Everywhere municipal court is there, and high court is there, supreme court, all the courts, no justice. ഈ ലോകത്തിൽ നമ്മളൊന്ന് ക്രമീകൃതമായി നോക്കിയാൽ മുനിസിപ്പൽ കോടതിയുണ്ട്, ജില്ലാ കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇവിടെ നിന്ന് ഒരിടത്തു നിന്നും നമുക്ക് നീതി How do we കിട്ടില്ല. say that I'm so righteous? എങ്ങനെയാണ് പിന്നെ നീതിയെ നമ്മളൊന്ന് കണക്കാക്കുന്നത്? നമുക്ക് എങ്ങനെ നീതി പറയാനായിട്ട് സാധിക്കും? It's in your from bottom of your heart with the consciousness. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അനുഭവമായിട്ട് നീതി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു വരണം. Refer very many passages and references. I don't want to just let me conclude quickly. Just please try to understand that with our consciousness. The conscious always brings in our heart. I know, man, what you're doing, what you're talking, how you're behaving. You're talking something good in front and back, hitting the back. വേദപുസ്തകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ വാക്യങ്ങൾ എടുത്ത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗത്തിൽ ഇതിനെ ഒന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്വാഭാവികമായ ഒരു ചിന്തയുണ്ടാകണം. അയ്യോ, നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ അവിടെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നീ അങ്ങനെയാണല്ലോ കാണിച്ച്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുത്തലുകൾ സ്വയം ഉണ്ടായി വരുന്നതും നിങ്ങൾ വിലയിരുത്തപ്പെടുന്നതുമാണ് നീതിയുടെ ഒരു അടിസ്ഥാന രീതി. ഒരു മനുഷ്യന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരില്ല നിങ്ങൾ നീതിമാനാണ്. ആത്യന്തികമായി നിങ്ങളോട് കാണിക്കേണ്ട ഏറ്റവും പരിശുദ്ധമായ ബന്ധത്തിന്റെ പേരാണ് നീതി. അതുപോലെ തന്നെ നിങ്ങൾ കർത്താവിനോട് പുലർത്തേണ്ട ബന്ധവും അങ്ങനെ തന്നെ. മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അനിന്ദ്യരാകുക എന്നുള്ളതാണ്. It's easy to preach, അത് വളരെ വളരെ എളുപ്പമാണ് പ്രസംഗിക്കാനായിട്ട്. but it's very hard to practice what I preach. നമ്മൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുവാൻ, ശീലിക്കുവാൻ, അനുവർത്തിക്കുവാൻ Preaching പ്രയാസമാണ്. the word of God with the wisdom, knowledge, with theological background, with so many references and experience, we can preach well. അറിവും ജ്ഞാനവും പഠനവും വായനയും കൊണ്ട് നമുക്ക് ഈ വേദപുസ്തകത്തെ വിശദീകരിക്കാം, അതിനെ തിയോളജിക്കലായിട്ട് പഠിക്കാം. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. But it's not so easy to practice and execute in my day-to-day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത കാര്യത്തെ പരിശീലിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. Everybody says he's a good Christian, he's a good man, this lady is a good Christian lady, all these things, but here it says blameless. ചിലരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിയൊക്കെ പറയാറുണ്ട്, നല്ല ക്രിസ്ത്യാനിയാണ്, നല്ല സ്ത്രീയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഇവിടെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അനിന്ദ്യരായിരിക്കുക എന്നുള്ളത്. How do we identify that? Easily to identify. ഈ ഒരു സംഗതിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? Because day-to-day life that we see with our own eyes, how do we live on this earth? ഈ ലോകത്തിൽ എങ്ങനെ ഇപ്രകാരം ജീവിക്കണമെന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ സ്വന്തം കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം നമുക്കുണ്ട്. So let us search our heart today. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. Close our eyes. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Take your Holy Bible. നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർക്കാം. Just ask the Lord. കർത്താവിനോട് ഈ രാത്രിയിൽ ശാന്തമായി ചോദിച്ചാട്ടെ. How dare Paul able to witness? You're just imagine, just to bring back all your thoughts and deeds. എത്ര കരുത്തോടെ, എത്ര ധൈര്യത്തോടുകൂടെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജീവിതത്തെ ദൈവം സാക്ഷിയാക്കി പറയുന്നുണ്ട്. ആ കരുത്ത് നിങ്ങൾക്കുണ്ടോ? How many times we failed to do that? കർത്താവിന്റെ സന്നിധിയിൽ നാം എത്ര പ്രാവശ്യം ഇപ്രകാരം ആകുന്നതിൽ നിന്ന് വീഴ്ച വരുത്തിയിട്ടുണ്ട്. The person who persecuted and tortured Christ and tortured Christianity and all the servants of God. ക്രിസ്തീയതയെ എതിർക്കുകയും ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും ക്രിസ്തീയ മാർഗത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ is able to witness. കർത്താവിന് വേണ്ടി സാക്ഷ്യമാകുവാനായിട്ട് സാധിച്ചു. We are holy, വിശുദ്ധനാവുക, righteous, നീതിയുള്ളവരാകുക, blameless അനിന്ദ്യരാകുക. among you. ക്രിസ്തുവിന്റെ സന്നിധിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയാവുക. Your witnesses and God also witnesses. അതിന് ആ ജനവും ദൈവവും സാക്ഷി എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ.
So people, everybody looks at our life. ഓർക്കുക, ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. As we claim ourselves that we are pillars of the church, നമ്മൾ ദൈവിക സഭയുടെ അടിസ്ഥാന ശിലകളാണ്, തൂണുകളാണെന്നൊക്കെ പറയുമ്പോൾ, as we are the servants of God, നമ്മൾ ക്രിസ്തുവിന്റെ ക്രിസ്തീയ പ്രവർത്തകരാണെന്നൊക്കെ അഭിമാനിക്കും, as we are the children of God, ക്രിസ്തുവിന്റെ മക്കളാണെന്ന് നമ്മൾ പറഞ്ഞു it's our നടക്കും. bounden duty to realize, നമ്മുടെ ഒരു യഥാർത്ഥമായ analyze all our thoughts and deeds today. ഒരാവശ്യം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ, Commit your life to the പ്രവൃത്തികളെ, Lord. Commit your life to the Lord. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു. Lord, help me, Lord, കർത്താവ് എന്നെ സഹായിക്കണം, to follow thy footsteps. അവിടുത്തെ കാലടികളെ, കാൽച്ചുവടുകളെ പിന്തുടരുവാൻ സഹായിക്കണം. Lord, fill us, Lord, with thy word and spirit. നിന്റെ ആത്മാവിനാലും വചനത്താലും എന്നെ നിറയ്ക്കണമേ കർത്താവേ. Help me, Lord, to walk in the right path. കർത്താവേ, എന്നെ നീതിയുള്ള പാതകളിൽ നടക്കുവാൻ സഹായിക്കണം. Forgive me, Lord. കർത്താവേ, എന്നോട് പുറത്താക്കണം. Have mercy upon me, Lord. എന്നോട് കനിവുണ്ടാകണമേ കർത്താവേ. Just you speak to your Lord. കർത്താവിന്റെ സന്നിധിയിൽ വായ്കളെ തുറന്ന് For the പറഞ്ഞു. very reason God has brought us together as one family today. ഈ രാത്രിയിൽ ഒരു കുടുംബമായി, കൂട്ടായ്മയായി ദൈവം നമ്മെ കൊണ്ടുവന്നതിന്റെ പുറകിലെ ഉദ്ദേശം അത് മാത്രമാണ്. Whoever, no matter what background we come from, ഏത് സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വന്നു എന്നുള്ളത് വിഷയമല്ല. as you are a child of God today, ഈ രാത്രിയിൽ ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ surrender your life to the Lord. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ജീവിതത്തെ Ask the പൂർണ്ണമായി Lord- സമർപ്പിക്കുക. Ask the Lord to pour out his grace upon you. കർത്താവിന്റെ അതിരറ്റ കൃപയും കടാക്ഷവും കരുണയും ചൊരിയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. People should taste the love of Christ അവിടുത്തെ through മാറ്റം, our behavior and attitude. ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കാനായിട്ട് People സാധിക്കും. should testify and certify that he's a good Christian. മറ്റുള്ളവരെ നമ്മെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഇവനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ചെയ്യട്ടെ. He's a child of God. അവൻ ദൈവിക മകനാണെന്ന് He's പറയും. a true Israelite. കർത്താവിന്റെ വഴിയും വെളിച്ചമൊക്കെ അവനിലുണ്ട് എന്ന് മനസ്സിലാക്കട്ടെ. Thank you, Lord. Thank you, Master. Just take a few seconds. ചില ചുരുക്കം Don't നിമിഷങ്ങൾ think other than don't think another. മറ്റുള്ള കാര്യങ്ങൾ വിചാരിക്കാതെ Please. ഈ രാത്രിയിൽ ശാന്തമായി കർത്താവിനോട് സംസാരിക്കാമോ? One or two few seconds. ചില നിമിഷങ്ങൾ മാത്രം Speak to the Lord. കർത്താവിനോട് പറയാം. You are not worshipping any idols. നമ്മൾ കഴിവില്ലാത്ത Our മറ്റു Lord is യാതൊന്നിനെയും able to speak to us. ആരാധിക്കുന്നവരല്ല, നമ്മളോട് സംസാരിക്കുന്ന, നമ്മെ കേൾക്കുന്ന ഒരു ദൈവം. Thank you, Lord. Thank you, Master. I commit my life, Lord. അവന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. I surrender my entire family, Lord. എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എനിക്കുള്ളവരെ ഞാൻ സമർപ്പിക്കുന്നു. Make sure that the Spirit of the Lord will be able to guide you throughout your life. നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. May the good Lord bless you, every one of you, through these holy verses. ഈ വിശുദ്ധ വചനങ്ങളാൽ നിങ്ങളേവരെയും ദൈവിക ആത്മാവ് പരിശുദ്ധമായി കാക്കട്ടെ, പുലർത്തട്ടെ. ആമേൻ. എല്ലാവരും തലകളെ വണക്കി കണ്ണുകളെ അടയ്ക്ക് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. കൺവെൻഷൻ ഗീതങ്ങളിൽ 98ാമത്തെ പാട്ട് ഗായക സംഘം ചേർന്ന് പാടും. പ്രാർത്ഥനയോടെ, നന്ദിയോടെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ ഒന്നുകൂടെ ഒന്ന് നിറയ്ക്കണമേ, നിന്റെ കൃപയാൽ എന്നെ പണിയണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Be
ചേർത്തണച്ചുവല്ലോ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ കൂരിരുൾ താഴ്വരയാതിരുമെന്നേ ആകയിൽ ദീപമായി വന്നുവല്ലോ കൂരിരുൾ താഴ്വരയാതിരുമെന്നേ ആകയിൽ ദീപമായി വന്നുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. Let us close our eyes and look to the Lord in prayers. Lord, we thank you for the day that you have given to us, Lord Jesus. We thank you for your presence throughout the day, Lord. We thank you for all the blessings that you have granted to our lives throughout this day, Lord Jesus. Especially, we thank you for the day where we can come together, worship you, adore you, and praise you, lifting up our name, Lord Father. And we also thank you for all the blessings that you have given to us right from the morning till now, Lord. You have been with us, you have been guiding us, leading us, you have been giving your words to us, Lord Father. We thank you for all that you are doing through us, Lord Father. Especially, we thank you for this evening, Lord, where we came together as family to worship you, to adore you, and to hear your word, Lord Father. Thank you for reminding us, Lord, that we need to have a mindset that Jesus had in the Lord Father. We pray that, Lord, that you would help us to live a life that will be pleasing you, honoring you, Lord Father. We commit ourselves, we surrender ourselves to you, Lord Father. We will be able to live a life of righteousness, and we will be able to live life that is blameless and holy before you, Lord Father. To the extent we commit our life, Lord Father, be with us and guide us as we depart from this place, Lord Father. We request your presence to go with us, give us good rest, Lord, and come back in the morning worshiping you and praising you, lifting up your name, Lord Father. To the extent we commit our lives, be with us and guide us. In Jesus' most precious name we pray. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണം. ശക്തിയും മഹത്വവും നിങ്ങൾക്കുള്ളതാകുന്നു. ദൈവമായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സമ്മതവും സഹവാസവും പ്രിയരെ നാമേവരോടും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.